നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട MSC എൽസ 3 കപ്പലിന്റെ അവശിഷ്ടങ്ങളും അപകടകരമായ ചരക്കുകൾ നിറച്ച കണ്ടെയ്നറുകളും കടലിനടിയിൽ തുടരുന്നത് സമുദ്ര പരിസ്ഥിതിക്ക് ഭീഷണിയാകുമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ചയ്ക്കും കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന അപകടകരമായ വസ്തുക്കൾക്കും പരിസ്ഥിതിക്ക് ദോഷം വരുത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്രം കോടതിയിൽ വ്യക്തമാക്കി. TN പ്രതാപൻ നൽകിയ ഹർജിയിലാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വിശദീകരണം നൽകിയത്. കപ്പലും കടലിൽ വീണ കണ്ടെയ്നറുകളും നീക്കം ചെയ്യേണ്ടത് കപ്പൽ കമ്പനിയുടെ ഉത്തരവാദിത്തമാണെന്നും കേന്ദ്രം വ്യക്തമാക്കി. 2025 മെയ് 25-നാണ് MSC എൽസ 3 കപ്പൽ കേരള തീരത്ത് അപകടത്തിൽപ്പെട്ടത്. വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചി തുറമുഖത്തേക്ക് പോകുന്നതിനിടെ ആലപ്പുഴയിലെ തോട്ടപ്പള്ളി സ്പെയിൽവേയിൽ നിന്ന് ഏകദേശം 13 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം. ലൈബീരിയൻ പതാകയുള്ള കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് നിരവധി കണ്ടെയ്നറുകൾ കടലിൽ വീണതായും കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കടലിനടിയിൽ തുടരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപകടം നടന്ന് 1 വർഷത്തിലേറെ പിന്നിട്ടിട്ടും മുഴുവൻ കണ്ടെയ്നറുകളും കപ്പലിന്റെ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. കടലിനടിയിലെ സ്ഥിതിഗതികൾ പരിശോധിക്കുന്നതിനായി നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട്. കാലവർഷം അവസാനിച്ചതിന് ശേഷം തുടർ പരിശോധനകൾ നടത്താനാണ് തീരുമാനം. നിലവിലെ കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ കടലിനടിയിൽ സുരക്ഷിതമായി പരിശോധന നടത്തുന്നത് പ്രായോഗികമല്ലെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. അതേസമയം കപ്പൽ കമ്പനി സാൽവേജ് നടപടികൾ കൃത്യമായി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് കോടതിയിൽ വ്യക്തമാക്കിയത്. കടലിനടിയിൽ കിടക്കുന്ന കണ്ടെയ്നറുകൾ പുറത്തെടുക്കാനുള്ള ശ്രമം കൂടുതൽ അപകട സാധ്യത സൃഷ്ടിച്ചേക്കാമെന്നും അതിനാൽ അവ കടലിനടിയിൽ തന്നെ ഉപേക്ഷിക്കുന്നതാണ് സുരക്ഷിതമെന്നുമാണ് കമ്പനിയുടെ നിലപാട്. എന്നാൽ അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ ദീർഘകാലം കടലിനടിയിൽ തുടരുന്നത് സമുദ്രജീവികൾക്കും തീരദേശ പരിസ്ഥിതികൾക്കും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളാണ് പ്രധാന ആശങ്ക. കണ്ടെയ്നറുകളിൽ നിന്ന് രാസവസ്തുക്കളോ മറ്റ് അപകടകരമായ വസ്തുക്കളോ പുറത്തേക്ക് ചോർന്നാൽ സമുദ്രജലത്തിന്റെ ഗുണനിലവാരത്തെയും മത്സ്യസമ്പത്തിനെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കപ്പലിൽ അവശേഷിക്കുന്ന ഇന്ധനത്തിൽ നിന്നുള്ള എണ്ണ ചോർച്ചയും പരിസ്ഥിതിക്ക് ഭീഷണിയാകാമെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു. അപകടവുമായി ബന്ധപ്പെട്ട് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. MSC എൽസ 3യുടെ ഉടമയാണ് കേസിലെ 1-ാം പ്രതി. കപ്പൽ മാസ്റ്ററെ 2-ാം പ്രതിയായും ഷിപ്പിംഗ് ക്രൂവിനെ 3-ാം പ്രതിയായും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യജീവന് അപകടമുണ്ടാകുന്ന തരത്തിൽ ചരക്ക് കപ്പൽ കൈകാര്യം ചെയ്തുവെന്ന ആരോപണത്തിലാണ് കേസ്. കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കടലിൽ വീണ കണ്ടെയ്നറുകളുടെ സ്ഥിതിയും അവയിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളും സംബന്ധിച്ച വിവരങ്ങൾ നിർണായകമാണ്. ഇവ സുരക്ഷിതമായി നീക്കം ചെയ്യുന്നതും സമുദ്ര പരിസ്ഥിതിക്ക് ഉണ്ടാകാവുന്ന ദോഷം കുറയ്ക്കുന്നതും സംബന്ധിച്ച നടപടികളാണ് ഇനി പ്രധാനമായും ശ്രദ്ധിക്കപ്പെടുന്നത്. കാലവർഷത്തിന് ശേഷം നടത്തുന്ന കടലിനടിയിലെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും തുടർ സാൽവേജ് നടപടികൾ വ്യക്തത വരിക.